പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടിട്ട് ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ മധ്യാഹ്ന സമയത്ത് ഈ കാറ്റാടി മരങ്ങൾക്കിടയിൽ ഞാൻ അല്പം കാറ്റുകൊള്ളുകയും അല്പം വിശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഭാഗമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ആ വാക്യം നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം എൻ്റെ 7-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഈ ദൈവത്തിൻ്റെ ഭാഗം നമുക്കറിയാം. ആദിമനുഷ്യനായിരുന്ന ആദമിനും ഹവ്വയ്ക്കും അവർക്ക് 2 മക്കൾ ജനിക്കുന്നത്. മൂത്തവൻ്റെ പേര് കായീൻ, രണ്ടാമത്തവൻ്റെ പേര് ഹാബേൽ. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായിരുന്നു. 2 പേര് യാഗം കഴിക്കുവാൻ ദൈവസന്നിധിയിൽ യാഗവുമായി വന്നു. ഹാബേൽ തൻ്റെ മൃഗങ്ങളിൽ നിന്ന് ആട്ടുകളിൽ നിന്ന് ഊനമില്ലാത്ത ഒരാടിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നു. എന്നാൽ കായീൻ തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് കൃഷിഫലവും കൊണ്ടുവന്നു. 2 പേരും ദൈവത്തിന് യാഗം കഴിച്ചു. എന്നാൽ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കായീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. തന്മുഖാന്തരം കായീന് തൻ്റെ അനുജനായിരിക്കുന്ന ഹാബേലിനോട് ദേഷ്യം വന്നിട്ട് അവനെ വയലിൽ കൂട്ടിക്കൊണ്ടുപോയി അനുജനെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിലവിളി നമ്മുടെ ദൈവസന്നിധിയിൽ എത്തിയെന്നുള്ളതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത്? അതിനൊരു കാരണമേ ഉള്ളൂ. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരുടെ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ആ പാപത്തിന് പരിഹാരമായി യഹോവയായ ദൈവം ഒരു തോൽ വസ്ത്രം അവരെ ധരിപ്പിച്ചു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നുള്ള അറിവായിരിക്കാം പാപപരിഹാരം ജീവനുള്ള യാഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഹാബേലിന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഹാബേൽ എന്ത് ചെയ്തു? ആടുകളിൽ ഒന്നിനെ യാഗം അർപ്പിച്ചു. എന്നാൽ കായീൻ ഇതൊക്കെ അറിഞ്ഞെങ്കിലും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ തൻ്റെ കൃഷിഫലങ്ങളിൽ നിന്ന് ആമെ യാഗം കഴിക്കുകയുണ്ടായി. ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ജീവനുള്ളതും ഊനമില്ലാത്തതുമായ യാഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കായീനോട് യഹോവയായ ദൈവം പറഞ്ഞു, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഈ പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം, പാപം വാതിൽക്കൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാപം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു. നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ, നമ്മുടെ കേൾവിക്ക് മുമ്പിൽ, നമ്മുടെ അധരങ്ങൾക്ക് മുമ്പിൽ, നമ്മുടെ ശരീരാവയവങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും പാപം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമരണത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ കാറ്റാടി മരങ്ങൾക്കുള്ളിൽ അനവധി യൗവനക്കാരികളും കൗമാരക്കാരും വന്ന് വിശ്രമിക്കുന്നുണ്ട്. കോളേജ് കട്ട് ചെയ്തും സ്കൂൾ കട്ട് ചെയ്തുമൊക്കെ മാതാപിതാക്കൾ അറിയാതെ വന്ന് പാപത്തിൻ്റെ വശീകരണത്തിൽ വീഴുന്നവരാണ്. ഒരുപക്ഷെ മാതാപിതാക്കളെ, അധ്യാപകരെ, ഗുരുക്കന്മാരെ, നിയമത്തെയൊക്കെ നമുക്ക് മറയ്ക്കാൻ കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഈ പാപമൊന്നും മറയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം ചിന്തിപ്പാൻ കാരണമായി തീർന്നത്. പാപം നമ്മുടെ ഹൃദയവാതിൽക്കൽ കിടക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും നാം ദൈവത്തോട് മറുപടി പറയേണ്ടിവരാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് പകൽ നിൻ്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തുന്ന യേശുവിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നീ ചെയ്യുന്ന പാപങ്ങൾക്കൊരു ശുദ്ധീകരണം വരുത്തണമെന്ന് ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുക. നമുക്കറിയാം, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു എന്ന് കായീനോട് പറഞ്ഞെങ്കിൽ നാം പുതിയ നിയമം വായിക്കുമ്പോൾ കാണുന്ന ഒരു സംഭവമുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ
ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരികയും അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ ഭക്ഷണം കഴിക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്ക് കിടക്കുന്ന പാപ സ്വഭാവങ്ങളെ നാം ഏറ്റുപറയുക മാത്രമല്ല, നമ്മുടെ ഹൃദയവാതിൽ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തെ പാപചിന്തകളെ മാറ്റിക്കളഞ്ഞ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോഴാണ് പാപശുദ്ധീകരണം ലഭിക്കുന്നത്. ആകയാൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും പറഞ്ഞു, റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിനെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അതേ, നമ്മളുടെ യാഗം ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ നമ്മുടെ ശരീരത്താൽ നാം കൊടുക്കുന്ന ശരീരം കൊണ്ട് പോലും ദൈവത്തിന് കൊടുക്കുന്ന യാഗം ജീവനും വിശുദ്ധിയുമുള്ളതായിരിക്കണം. ഊനമുള്ളതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. പാപം നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് നാം എന്തെല്ലാം യാഗങ്ങൾ ചെയ്താലും അതിൽ ദൈവം പ്രസാദിക്കുന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, പാപത്തെ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തുന്ന, പാപത്തെ ക്ഷമിച്ചു നൽകുന്ന യേശുവിലേക്ക് തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. താങ്കളുടെ കഴിവുകൊണ്ടോ അറിവുകൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ താങ്കളുടെ യാതൊരുവിധ ബുദ്ധിയുടെ ചിന്തകൾ കൊണ്ടോ താങ്കളുടെ പാപത്തിന് പരിഹാരം വരികയില്ല. പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ഈ പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, നീ പാപത്തെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കുടുംബത്തിനകത്ത് നിന്നും അലമുറയിട്ട് നിലവിളിച്ച് കരയുന്ന കണ്ണുനീരിൻ്റെ അനുഭവം, സ്വസ്ഥതയില്ല, മനുഷ്യൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു, മനുഷ്യന് സമാധാനമില്ലാത്ത അനുഭവം. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. പാപം നിൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിനക്കൊരിക്കലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഏദൻ പർദീസയിൽ ആദമിൻ്റെയും ഔവയുടെയും പാപത്തിന് പരിഹാരം വരുവാൻ അവിടെ ഒരു യാഗം നടന്നെങ്കിൽ ആ യാഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തെയാണ് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ നിയമസഭയോട് ഈ കാലഘട്ടത്തിൽ പറയുന്നത്, നിങ്ങൾ പാപിയായ മനുഷ്യനാണ്. പാപം തൻ്റെ ജീവിതത്തിലുണ്ട്. ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിച്ച യേശുവിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തണമെന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പാപപരിഹാരം യേശുവിൽ വിശ്വസിക്കുക, അവരോട് പാപം ഏറ്റുപറയുക, യേശുവിൻ്റെ രക്തത്താൽ ഹൃദയശുദ്ധീകരണം പ്രാപിക്കുക. അങ്ങനെ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളെത്ര ഉന്നതമായ നിലയിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നാലും താങ്കൾക്ക് ഒരു നിത്യത ദൈവം വെച്ചിട്ടുണ്ട്. താങ്കൾക്കൊരു മരണമുണ്ട്. മരണാനന്തരം നിത്യമായ സ്വർഗത്തിൽ താങ്കൾ എത്തണമെങ്കിൽ താങ്കളുടെ പാപങ്ങൾക്ക് പരിഹാരം തന്നെ വരുത്തണം. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞ കാല ജീവിതം കൊടിയ പാപത്താൽ നിറയപ്പെട്ടതായിരുന്നു. അങ്ങനെ പാപത്തിൽ ജീവിച്ച് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കടന്നുപോയവനാണ് ഞാൻ. ഹല്ലേലൂയ. അതിൽ നിന്നാണ് ദൈവം എന്നെ വിടുവിച്ചു കൊണ്ടുവന്നത്. ഞാനിങ്ങനെ ഈ കടൽപ്പുറത്തൂടൊക്കെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ് ഞാൻ ഈ വചനമൊക്കെ വിളിച്ചു പറയാൻ കാരണമാകുന്നത്. പലരും എന്നെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് തോന്നും, ഈ മനുഷ്യൻ എന്താണ് വിളിച്ചു പറയുന്നത്? ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഈ വെയിലത്ത് എന്താണ് വിളിച്ചു പറയുന്നത്? എന്നാൽ ചിലരെങ്കിലും ശ്രദ്ധിക്കുന്നു. ആ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പാപിയായ മനുഷ്യനാണ്. അതിനൊരു പരിഹാരം ആവശ്യമാണ്. ഇന്ന് പകൽ നിങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തി യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അവിടെ ഇവിടെയായി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ കടന്നു വരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുന്ന യേശുവിങ്കൽ നിങ്ങളെ സമർപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ, നിരൂപണങ്ങൾക്ക് ഒരു മാറ്റം വന്ന് നിങ്ങൾ സമാധാനമുള്ളവനായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, നിങ്ങൾ ദേശത്തിന്, സമൂഹത്തിന് ഒരു മാതൃകയുള്ള മനുഷ്യനായി ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. അതുകൊണ്ട് പാപം നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിക്കൽ കിടക്കുന്നു, എൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ ജയിക്കുക തന്നെ ചെയ്യണം. പാപിയായ മനുഷ്യനൊരിക്കലും സ്വർഗരാജ്യത്തിലെത്തുവാൻ കഴിയില്ല. ഹല്ലേലൂയ. പാപിയായ മനുഷ്യനെപ്പോഴും ദുഃഖത്തിലും സങ്കടത്തിലുമായിരിക്കും. അതിനൊരു പരിഹാരം വരുത്തുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എവിടെയായി ദൈവത്തിനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുകയാണ്. പാപത്തിൻ്റെ വശീകരണത്തിനകത്തകപ്പെട്ട് ആമയല്ലിയ കൊടും ചുഴിയിൽ വീണ് അവർ നശിച്ചു പോകാതെ പാപത്തിന് പരിഹാരം വരുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ്റെ അവകാശികളായി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചേൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.